നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗാനോ മെറ്റാലിക് പോളിമേഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓർഗാനോ മെറ്റാലിക് പോളിമേഴ്സിന് മെയിനായിട്ട് ഓർഗാനോ മെറ്റാലിക് പോളിമേഴ്സ് എന്താണെന്ന് കണ്ടായിരുന്നു. അതായത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് പോളിമറിക് ചെയിൻ, കൺവെൻഷണൽ പോളിമറിക് ചെയിൻ്റെ അകത്ത് വരുവാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഓർഗാനോ മെറ്റാലിക് പോളിമേഴ്സ്. അപ്പോൾ ഓർഗാനോ മെറ്റാലിക് പോളിമേഴ്സിന് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. So the one is polymers having organometallic group as the pendant group. The other one is polymers having organometallic moiety incorporated in the main chain, and the last one is dendrimers. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ദാറ്റ് ഈസ് ഓർഗാനോമെറ്റാലിക് മോയിറ്റി ആസ് ദ പെൻഡൻറ്റ് ഗ്രൂപ്പ്. അത് നമ്മൾ പോളിവിനൈൽ ഫെറോസീൻ വെച്ചിട്ടായിരുന്നു എക്സാമ്പിൾ കണ്ടത്. ഇപ്പോൾ പോളിവിനൈൽ ഫെറോസീന് കുറച്ച് ഡിഫക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെങ്ങനെ പരിഹരിച്ചു, അക്രൈലിക് ഗ്രൂപ്പിനെ കൊണ്ടുവന്നാണ് അത് പരിഹരിച്ചെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ടുഡേ വി വിൽ ഗോ ത്രൂ ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് പോളിമേഴ്സ് വിത്ത് ഓർഗാനോമെറ്റാലിക് മോയിറ്റി ഇൻ ദ മെയിൻ ചെയിൻ. അതായത് നമ്മുടെ ഓർഗാനോമെറ്റാലിക് പോർഷൻ പോളിമറിക് ചെയിനിൻ്റെ അകത്ത് തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അതായത് ഇതാണ് നമ്മുടെ പോളിമറിക് ചെയിൻ എങ്കിൽ ഓർഗാനോമെറ്റാലിക് മോയിറ്റി ആയ ഫെറോസീൻ ചെയിൻ്റെ അകത്ത് തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ ദേ ആർ മെയിൻലി 2 types, that is polymers obtained from condensation polymerization and the second one is polymers obtained by ring opening polymerization. So organometallic moiety in the main chain എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് 2 types ഉണ്ട്. ഒന്ന് കണ്ടൻസേഷൻ പോളിമേഴ്സും the second one is polymers obtained by ring opening polymerization. ഇതിൽ കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലെങ്കിൽ പോളിമേഴ്സ് obtained by condensation polymerization is again classified into 2. The first one is ferrocene based condensation polymers, and the second one is platinum based rigid rod polyions. So condensation polymers are mainly 2 types. One ferrocene based condensation polymers, the second one is platinum based rigid rod polyions. ഇതിൽ നമ്മൾ ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ് നോക്കുന്നത്. ഇപ്പം ഈ ഓർഗാനോമെറ്റാലിക് മോയിറ്റി ഇൻ ദ മെയിൻ ചെയിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ വെൻ കമ്പയർഡ് ടു polyvinyl ferrocene in which the organometallic moiety act as the pendant group. ആ polyvinyl ferrocene വെച്ച് ഈ ഗ്രൂപ്പിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സിൻസ് ഫെറോസീൻ യൂണിറ്റ് ഈസ് ഇൻ ദ മെയിൻ ചെയിൻ, ദേ ക്യാൻ എക്സേർട്ട് മാക്സിമം ഇൻഫ്ലുവൻസ് ഓൺ ദ പോളിമർ തെർമൽ സ്റ്റെബിലിറ്റി. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഫെറോസീൻ യൂണിറ്റ് മെയിൻ ചെയിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് പോളിമറിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റിക്ക് മാക്സിമം ആയിട്ട് ഈ ഓർഗാനോമെറ്റാലിക് മോയിറ്റിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. അപ്പോൾ ഈ ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ മെയിൻലി prepared by the condensation reaction between di-substituted ferrocene by using suitable 1,1 di-substituted ferrocene നിന്നാണ്
ഈ ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സിനെ മെയിൻ ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഫെറോസീൻ ക്യാൻ ബി ഈസിലി ഡൈഅസറ്റൈലേറ്റഡ് ആൻഡ് ഡൈലിഥിയേറ്റഡ്. അത് നമ്മൾ ഫെറോസീൻ്റെ റിയാക്ഷൻസിൻ്റെ അകത്ത് പഠിച്ചതുള്ളതാണ്. ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീനെ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം അങ്ങനത്തെ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീനിൽ നിന്നാണ് ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീൻ എന്ന് പറയുന്ന വൺ ഈസ് the reaction of 1,1- dilithiopherosene ഇതാണ് ഫെറോസീന്. 1,1- dilithiopherosene with 1,1- diiodoferrosene. അപ്പം ഇങ്ങനത്തെ ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീനിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് ആരെ കിട്ടുന്നത്? ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സിന്. അപ്പം ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് നമുക്ക് പോളിമർ കിട്ടും. ഇങ്ങനെയായിരിക്കും പോളിമറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻഡ്. ഉണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, നമ്മുടെ ഫെറോസീൻ ആ മെയിൻ ചെയിൻ്റെ അകത്താണ് വരുന്നത്. നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ചെയിൻ ഇതായിരുന്നു. എവിടെയായിരുന്നു നമ്മുടെ ഫെറോസീൻ കടന്നിരുന്നത്? ഇങ്ങനെയായിരുന്നു കടന്നിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൻ ചെയിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് നമ്മുടെ ഓർഗാനോ മെറ്റാലിക് മോയിറ്റി. സോ these ferrocene based condensation polymers are mainly obtained by the reaction of 1,1- disubstituted ferrocene. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പോളിഫെറോസിനൈലീൻ കേട്ടോ. പോളിഫെറോസിനൈലീൻ എന്നാണ് ഈ കിട്ടിയ പോളിമറിൻ്റെ പേര്. അപ്പം നമുക്ക് ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പ്യുവർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വേണം നമ്മൾ ഈ റിയാക്ഷൻ്റെ അകത്ത്. മാത്രമല്ല മോളിക്കുലാർ വെയിറ്റ് അപ്രോച്ചസ് ഓൺലി അബൌട്ട് 4,000. മോളിക്കുലാർ വെയിറ്റ് ഈ പോളിമറിൻ്റെ എന്ന് പറഞ്ഞു കഴിയുമ്പം ഏകദേശം 4,000 ഉള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ലോ മോളിക്കുലാർ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം അവർക്ക് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ പോളിമറിനെ ഒരു ഫൈബർ ആക്കാനോ ഒരു ഫ്ലെക്സിബിൾ ഫിലിം ഫോമിലേക്ക് കൊണ്ടുവരാനോ ഒക്കെ നമുക്ക് പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കേസിൽ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ആ പോളിമറിനെ അവൈലബിൾ ആക്കാൻ പറ്റത്തില്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ കുറവായിരിക്കും. അപ്പം നമുക്ക് എന്ത് വേണം ആ കേസിൽ? ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സിൻ്റെ ആവശ്യം വരും അന്നേരം. അപ്പം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസർ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം സ്പേസർ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. സോ ഫെറോസീൻ ബേസ്ഡ് ഡൈ ഫങ്ഷണൽ റിയേജൻറ്റ് നമ്മുടെ 1,1- ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീൻ തന്നെയാണ് ഡൈ ഫങ്ഷണൽ റിയേജൻസ് കണ്ടെയ്നിങ് സ്പേസർ ഗ്രൂപ്പ്സ് വെർ ഫൗണ്ട് ടു ബി മോർ എഫക്റ്റീവ് ഇൻ പ്രിപ്പയറിംഗ് ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സ്. അപ്പം നമ്മൾ കണ്ട ഡൈലിഥിയോയും ഡൈ അയഡോഫെറോസീനും വെച്ച് നമുക്ക് പോളിഫെറോസിനൈലീൻ കിട്ടി. പക്ഷെ അവരുടെ മോളിക്കുലാർ വെയിറ്റ് കുറവാണ്. അപ്പം ആ മോളിക്കുലാർ വെയിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വി യൂസ്ഡ് ഡൈഫങ്ഷണൽ റിയേജൻസ് കണ്ടെയ്നിങ് സ്പേസർ ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ലീഡ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സ്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരെണ്ണം എഴുതുവാണെങ്കിൽ നോക്കിക്കേ,
നമ്മളിത് ഏതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ ചിലപ്പോൾ. റൈറ്റ് എ നോട്ട് ഓൺ ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. ഇവിടെ നോക്കിക്കേ, CH2OH ഡൈ ഫങ്ഷണൽ റിയേജന്റ് ആണ് എടുത്തത്. ഇതിൻ്റെ അകത്ത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനും ഈ ഫെറോസീനും ഇടയ്ക്കുള്ള ഈ ഗ്രൂപ്പിൽ ഈ CH2 എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ സ്പേസർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ റിയാക്ഷൻ ചെയ്ത് ആരുമായിട്ടാ ഫസ്റ്റ് PCl3യും KOHും പിന്നെ അതിനെ KCN വെച്ചും ട്രീറ്റ് ചെയ്യും. അപ്പം നമുക്ക് അവിടെ എന്ത് വരും? OHന് പകരം ആര് വരും? ആരാ വരുന്നത്? CN വരും. CH2CN CH2CN. ഇതിനെ നമ്മൾ റിഡക്ഷൻ ചെയ്യും. റിഡക്ഷൻ ചെയ്യുമ്പോൾ എന്താ? C∧N അല്ലേ, അതിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യും. റിഡക്ഷൻ എന്ന് പറയുന്നത് അതല്ലേ. അപ്പം നമുക്ക് അവിടെ എന്താകും? CH2NH2 വരും, ഹൈഡ്രജനെ ആഡ് ചെയ്ത് കഴിഞ്ഞ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ വരും? CH2NH2. ഇവിടെയും CH2NH2. സ്പേസർ ഗ്രൂപ്പ്സ് വന്നുണ്ടോ? സ്പേസർ ഗ്രൂപ്പ്സ് ആഡ് ചെയ്തു. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ പിന്നെ ആര് RCOCl അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് HCl പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ പോളിമറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നോക്കിക്കാണ്. HCl പുറത്തേക്ക് പോകും. അപ്പം നമുക്ക് CH2 NH CO R CO. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഫെറോസീൻ ഈ സൈഡിലും അതേപോലെ തന്നെ വരും അല്ലേ. പുറത്തും റിയാക്ഷൻ നടക്കത്തില്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നത്? CH2NH. ഇവിടെ ഇങ്ങനെ. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോളിമർ. അപ്പം ഇതിൻ്റെ അത് നോക്കിയതുണ്ട്. സ്പേസർ ഗ്രൂപ്പ്സ് വന്നപ്പം അത് സ്ട്രക്ചർ കാണുമ്പോഴേ നമുക്കറിയാം മോളിക്കുലാർ വെയിറ്റ് വിൽ ബി ഹൈ. അപ്പം ഇതിൻ്റെ പേരാണ് ഫെറോസിനൈൽ പോളി അമൈഡ് എന്ന് പറയും അല്ലേ. NHCO ഗ്രൂപ്പ് വന്നില്ല, അപ്പം അമൈഡാണത്. സോ ദിസ് ഈസ് ഫെറോസിനൈൽ പോളി അമൈഡ് ഉണ്ടാകും, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമർ. അപ്പം എന്തുകൊണ്ടാണ് സ്പേസർ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലായോ? ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണ് സ്പേസർ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പം മെയിൻ ചെയിനിൽ ഓർഗാനോ മെറ്റാലിക് മോയിറ്റി വരുന്നതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്: കണ്ടൻസേഷൻ ആൻഡ് റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ. കണ്ടൻസേഷൻ പോളിമേഴ്സ് 2 ടൈപ്പ് ഉണ്ട്: ഫെറോസീൻ ബേസ്ഡും പ്ലാറ്റിനം ബേസ്ഡ് റിജിഡ് റോഡ് പോളി അയൻസ്. അപ്പം ഇന്ന് നമ്മൾ കണ്ടത് ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. അത് മെയിനായിട്ട് ഡൈസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫെറോസീനിൽ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്. യൂഷ്വലി 1,1- ഡൈലിഥിയോഫെറോസീൻ ട്രീറ്റഡ് വിത്ത് 1,1- ഡൈഅയോഡോഫെറോസീൻ. അപ്പം അതിൽ നിന്നും ലോ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സിനെ കിട്ടിയതുകൊണ്ട് കൊമേഴ്ഷ്യലി നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ കുറവായിരിക്കും. സോ വി പ്രിപ്പയർഡ് ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് യൂസിങ് ഡൈഫങ്ഷണൽ റിയേജൻസ് കണ്ടെയ്നിങ് സ്പേസർ ഗ്രൂപ്പ്സ്. For example, ferrosenyl polyamide.
ഇന്ന് ഈ ഒരു ക്ലാസിഫിക്കേഷനെ നോക്കുന്നുള്ളൂ. ആൻഡ് ദ നോട്ട്സ് വിൽ ബി അപ്ലോഡഡ് ഇൻ ഗൂഗിൾ ക്ലാസ്. ഓക്കെ, താങ്ക് യു.